എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. Flexi, Life Easy, Electronics and Home Appliances. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സുദേവ് നായരും നിവിൻ പോളിയും മികച്ച നടന്മാർ. നസ്രിയ നസീം നടി. ജയരാജിന്റെ ഒറ്റാൽ മികച്ച സിനിമ. സനൽകുമാർ ശശിധരൻ സംവിധായകൻ. യേശുദാസിനും ശ്രേയാ ഘോഷാലിനും പുരസ്കാരം. സർക്കാരിന്റെ പഞ്ചായത്ത് വിഭജനം ഹൈക്കോടതി റദ്ദാക്കി. റവന്യൂ വില്ലേജുകൾ വിഭജിച്ച് പഞ്ചായത്തുകൾ രൂപീകരിച്ചത് പഞ്ചായത്ത് രാജ് നിയമത്തിന് വിരുദ്ധം. തെരഞ്ഞെടുപ്പ് നീട്ടില്ലെന്ന കമ്മീഷൻ, സർക്കാരിന് അതൃപ്തി. നാളെ കമ്മീഷനും സർക്കാരും ചർച്ച നടത്തും. ചാവക്കാട് കോൺഗ്രസുകാരനെ കൊന്ന കേസിലെ പ്രതിയുമായി ബന്ധമില്ലെന്ന ഐ ഗ്രൂപ്പ് നേതാവിന്റെ വാദം പൊളിഞ്ഞു. ഗോപപ്രതാപനും പ്രതിയും ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്ത്. പ്രതികളെ രക്ഷിക്കുന്നത് CN ബാലകൃഷ്ണൻ എന്ന ഹനീഫയുടെ കുടുംബം. രതി സൈറ്റുകൾ എല്ലാം നിരോധിക്കില്ലെന്ന് കേന്ദ്രം സുപ്രീം കോടതിയിൽ. നിരോധനം അപ്രായോഗികം. കുട്ടികളെ അശ്ലീലമായി ചിത്രീകരിക്കുന്ന എല്ലാ സൈറ്റുകളുടെയും പ്രവർത്തനം തടയും. പാർലമെന്റിൽ പ്രതിഷേധവും സ്തംഭനവും തുടരുന്നു. മന്ത്രിമാരുടെ രാജിയില്ലാതെ സന്ധിയില്ലെന്ന് കോൺഗ്രസ്. സഭ തടയാൻ 2 നേതാക്കൾക്ക് മാത്രമേ താൽപര്യമുള്ളൂവെന്ന് അരുൺ ജെയ്റ്റ്ലി. സംസ്ഥാന ചലച്ചിത്ര അവാർഡുകൾ പ്രഖ്യാപിച്ചു. സുദേവ് നായരും നിവിൻ പോളിയും മികച്ച നടന്മാർക്കുള്ള പുരസ്കാരം പങ്കിട്ടു. നസ്രിയ നസീമാണ് മികച്ച നടി. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ മികച്ച ചിത്രമായി തെരഞ്ഞെടുക്കപ്പെട്ടു. ഒരാൾ പൊക്കത്തിന്റെ സംവിധായകൻ സനൽകുമാർ ശശിധരനാണ് മികച്ച സംവിധായകൻ. മമ്മൂട്ടി ഉൾപ്പെടെയുള്ളവരെ പിന്തള്ളിയാണ് പുതുതലമുറ നായകന്മാരായ നിവിൻ പോളിയും സുദേവ് നായരും മികച്ച നടനുള്ള പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയത്. ബാംഗ്ലൂർ ഡേയ്സ്, 1983 എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിനാണ് നിവിൻ പോളിക്ക് അവാർഡ് ലഭിച്ചത്. മൈ ലൈഫ് പാർട്ണർ എന്ന സിനിമയിലെ അഭിനയത്തിനാണ് മികച്ച നടനുള്ള പുരസ്കാരം സുദേവ് നായർ പങ്കിട്ടത്. മഞ്ജു വാര്യർ, ലെന അടക്കമുള്ള പ്രമുഖരെ പിന്തള്ളി ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ് എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് നസ്രിയ മികച്ച നടിക്കുള്ള പുരസ്കാരം നേടി. ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാലാണ് മികച്ച കഥാചിത്രം. പത്മകുമാർ സംവിധാനം ചെയ്ത മൈ ലൈഫ് പാർട്ണറാണ് മികച്ച രണ്ടാമത്തെ ചിത്രം. ഒരാൾ പൊക്കം എന്ന ചിത്രം സംവിധാനം ചെയ്ത സനൽകുമാർ ശശിധരൻ മികച്ച സംവിധായകനായി തെരഞ്ഞെടുക്കപ്പെട്ടു. 1983, വിക്രമാദിത്യൻ എന്നീ ചിത്രങ്ങളിലെ അഭിനയത്തിന് അനൂപ് മേനോനും ഹവൾദാർ യു എന്ന ചിത്രത്തിലെ അഭിനയത്തിന് സേതുലക്ഷ്മിയും മികച്ച സ്വഭാവ നടനും നടിക്കുമുള്ള പുരസ്കാരങ്ങൾ നേടി. ജനപ്രിയ ചിത്രമായി ഓം ശാന്തി ഓശാനയും മികച്ച നവാഗത സംവിധായകനായി 1983 ഒരുക്കിയ എബ്രിഡ് ഷെയ്നും തെരഞ്ഞെടുക്കപ്പെട്ടു. വൈറ്റ് ബോയ്സ് എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന് KJ യേശുദാസിനാണ് മികച്ച ഗായകനുള്ള പുരസ്കാരം ലഭിച്ചത്. ഹവൾദാർ യു എന്ന ചിത്രത്തിലെ ഗാനം ആലപിച്ചതിന് ശ്രേയാ ഘോഷൽ മികച്ച ഗായികയായും തെരഞ്ഞെടുക്കപ്പെട്ടു. മികച്ച തിരക്കഥാകൃത്തായ ബാംഗ്ലൂർ ഡേയ്സ് എഴുതിയ അഞ്ജലി മേനോനും ഞാൻ എന്ന തിരക്കഥ എഴുതിയ രഞ്ജിത്തിനാണ് മികച്ച തിരക്കഥയ്ക്കുള്ള പുരസ്കാരം. യോബിന്റെ പുസ്തകം എന്ന ചിത്രത്തിന് ക്യാമറ ചലിപ്പിച്ച അമൽ നീരദാണ് മികച്ച ഛായാഗ്രാഹകൻ. മികച്ച കഥാകൃത്ത് ഐൻ എന്ന ചിത്രം എഴുതിയ സിദ്ധാർത്ഥ് ശിവയാണ്. മികച്ച സംഗീത സംവിധായകനായ രമേശ് നാരായണനും മികച്ച പശ്ചാത്തല സംഗീത സംവിധായകനായ ബിജുപാലിനും തെരഞ്ഞെടുത്തു. അങ്കുരം എന്ന ചിത്രത്തിലെ ബാലതാരത്തെ അഭിനയിച്ച മാസ്റ്റർ അദ്വൈത്, 2 പെൺകുട്ടികൾ എന്ന ചിത്രത്തിൽ അഭിനയിച്ച അന്ന ഫാത്തിമ എന്നിവരാണ് മികച്ച ബാലതാരങ്ങൾ. മികച്ച വസ്ത്രാലങ്കാരത്തിനുള്ള പുരസ്കാരം സമീറ സനീഷിനും മികച്ച മേക്കപ്പ് മാനുള്ള പുരസ്കാരം മനോജ് അങ്കമാലിയും നേടി. മുന്നറിയിപ്പ് എന്ന സിനിമയിലെ നായികയ്ക്ക് ശബ്ദം നൽകിയ ബിന്നി മറിയം ജോർജാണ് മികച്ച ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്. പ്രതാപോത്തൻ, ഇന്ദ്രൻസ് എന്നിവർക്ക് പ്രത്യേക ജൂറി പരാമർശവുമുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം. വിവിധ അവാർഡ് ജേതാക്കൾ എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുക്കുന്നു. ആദ്യം ശ്രീ MB പത്മകുമാർ, മൈ ലൈഫ് പാർട്ണറിന്റെ സംവിധായകൻ, കോട്ടയത്ത് നിന്ന്. ശ്രീ പത്മകുമാർ, അണുവിട തെറ്റിയാൽ പാളിപ്പോകാവുന്ന പ്രമേയത്തെ കൃത്യതയോടെ വിന്യസിപ്പിച്ചുകൊണ്ട് നടത്തിയ ജീവിത വിചാരണ എന്നാണ് താങ്കളുടെ ചിത്രത്തെ അവാർഡ് ജൂറി വിശേഷിപ്പിച്ചിരിക്കുന്നത്. താങ്കളുടെ ചിത്രം ഞാൻ കണ്ടിട്ടില്ല, കാണാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ നമ്മളുടെ പ്രേക്ഷകരിൽ ബഹുഭൂരിപക്ഷം പേരും കണ്ടിട്ടുണ്ടാകില്ല. എന്താണ് താങ്കളുടെ ചിത്രം? ഈ കണ്ടിട്ടില്ല എന്ന് പറയുമ്പോഴാണ് എനിക്ക് അതിനെക്കുറിച്ച് ഒരുപാട് അഭിമാനം തോന്നുന്നത്. കാരണം വളരെ ഈ സിനിമയിലേക്കുള്ള എൻട്രി ഒരു ദിവസം കൊണ്ട് വന്നതല്ല. ഞാൻ കുറേ കാലമായിട്ട് സിനിമയെ സ്നേഹിച്ച് അതിൻ്റെ ഒരു കലാമൂല്യമുള്ള സിനിമകളിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു ശ്രമം മാത്രമായിരുന്നു മൈ ലൈഫ് പാർട്ണർ. ആ സിനിമയുടെ ഒരു യാത്രകളിലെല്ലാം ഞാൻ നേരിട്ട ഒരുപാട് പ്രതിസന്ധികൾക്കൊരു മറുപടിയാണ് ഈ ഒരു അവാർഡ് എന്ന് അറിയുന്നതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. താങ്കളുടെ ചിത്രം സവിശേഷമായൊരു പ്രമേയം, സ്വവർഗ ലൈംഗികത കൈകാര്യം ചെയ്യുന്ന ഒരു സിനിമ കൂടിയാണ്. 2 പുരുഷന്മാർ തമ്മിലുള്ള പ്രണയം. അതിലാണ് മികച്ച നടനായി സുദേവിന് ഏറ്റവും മികച്ച നടനുള്ള പുരസ്കാരവും ലഭിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു പ്രമേയം സാധാരണഗതിയിൽ മലയാള സിനിമ അത്ര കാര്യമായി അല്ലെങ്കിൽ അത്ര സാരമായി പരിഗണിക്കാറുള്ളതല്ല. താങ്കൾ ഈ പ്രമേയം ചെയ്തപ്പോൾ ഉള്ള അനുഭവം എന്താണ്? താങ്കളുടെ സിനിമ എപ്പോഴാണ് എല്ലാവർക്കും കാണാൻ സാധിക്കുന്ന വിധത്തിലേക്ക് തിയേറ്ററുകളിലേക്ക് എത്തിക്കാൻ സാധിക്കുന്നത്? മൈ ലൈഫ് പാർട്ണർ വലിയ ഉദാത്തമായ സിനിമ, അല്ലെങ്കിൽ എൻ്റെ ഒരു കംപ്ലീറ്റ് ഒരു സൃഷ്ടി എന്ന് പറയാം. കാരണം എനിക്ക് നല്ല സിനിമകൾ ഇനിയും ചെയ്യണം. കാരണം ഇതിൻ്റെ ഒരു പരീക്ഷണ മീൻസ് ഒരു പരീക്ഷ എഴുതി പോലാണ് ഞാൻ ഈ സിനിമ. ഇതിൻ്റെ അന്ന് ഞാൻ പറയാറുണ്ട് അതിൻ്റെ കുറവുകളും കുറ്റങ്ങളും നന്മയും തിന്മയെല്ലാം എൻ്റെ മാത്രമായിരിക്കുമെന്ന്.
അപ്പോൾ ആദ്യം ഒരു സിനിമ ഡെബ്യൂ മൂവി ചെയ്യുമ്പോൾ ഒരു സംതിങ് ഡിഫറെൻ്റ് ആയിട്ട് സബ്ജക്റ്റ് ഞാൻ ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരുപാട് ആലോചിച്ച കൂട്ടത്തിൽ എൻ്റെ കുറേ സുഹൃത്തുക്കൾ, ആലിഷ് പോലുള്ള ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് പറയും എന്തുകൊണ്ട് നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് ചെയ്തുകൂടാ. അങ്ങനെയാണ് ഈ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റിലേക്ക് വഴിതിരിഞ്ഞത്. അപ്പം എനിക്കറിയാം അതൊരു ബേണിംഗ് സബ്ജക്റ്റാണ്. കാരണം ഇത് ഒരു സ്വർഗ്ഗാന്റാരുടെ നേരിട്ടുള്ള കഥയല്ല, അതിൻ്റെ അടിയിൽ ഉറങ്ങിക്കിടക്കുന്ന ചില ജീവിതങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ സിനിമ എന്ന് പറയുന്നത്. പിന്നെ ടെക്നിക്കലായിട്ട് ഒരുപാട് കാര്യങ്ങൾ അറിയണം, അല്ലെങ്കിൽ ആൾക്കാരോട് ഇടപെടണമായിരുന്നു. അങ്ങനെ ഞാൻ 1.5 വർഷത്തോളം ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് നടന്ന ജെനുവിനായിട്ടുള്ള സ്ക്രിപ്റ്റാണിത്. പിന്നെ ഇതിൻ്റെ ഒരു ശാസ്ത്രവശങ്ങൾ പറഞ്ഞു തന്ന തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഹെഡ് ഡോക്ടർ അനിൽ പ്രഭാകരനാണ്. അപ്പം എന്തുകൊണ്ട് ഇതൊരു ഒരു നല്ല ജെനുവിനായിട്ടൊരു സിനിമയാണ്. ഇതിൻ്റെ അപ്രോച്ചും ഇതിൻ്റെ നിർമ്മാണവും അതിൻ്റെ മേക്കിങ്ങും എല്ലാം പിന്നെ അതിൻ്റെ പ്രൊഡ്യൂസറായ റെജിമോൻ കപ്പപ്പനെ പോലുള്ള ഒരു പ്രൊഡ്യൂസറാണ് ഇതിനെ നമുക്ക് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം നമുക്ക് ക്രിയേറ്റ് ചെയ്തത്. എന്തുകൊണ്ട് എനിക്കറിയാം ഇതൊരു ബേണിംഗ് ആണ്. പിന്നെ എനിക്ക് അഭിമാനം തോന്നിയ മലയാളത്തിൽ ഇപ്പോഴും നന്മ നഷ്ടപ്പെട്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ കലാമൂല്യമുള്ള സിനിമകളെ സ്നേഹിക്കുന്ന ഒരു വലിയൊരു വിഭാഗത്തിന് ഉണ്ടെന്നുള്ള തെളിവാണ് ഈ ഒരു ജൂറി. അവരുടേക്ക് ഒരുപാട് നന്ദിയുണ്ട്. കാരണം ഒരിക്കൽ പോലും പ്രതീക്ഷിച്ചില്ല ഈ ഒരു അവാർഡ് നമുക്ക് ലഭിക്കുമെന്ന്. കാരണം അതുകൊണ്ട് ഇനിയും എന്നെപ്പോലുള്ള ഒരുപാട് പേർക്ക് മുമ്പോട്ട് വരാനുള്ള പ്രചോദനമാണ് ഈ ഒരു അവാർഡ് എന്നാണ് എനിക്കിപ്പോൾ തോന്നുന്നത്. തീർച്ചയായും എല്ലാ അഭിനന്ദനങ്ങളും ദയവായി തുടരണം താങ്കൾ. സംവിധായകൻ ശ്രീ MA നിഷാദ് എഡിറ്റേഴ്സ് അവറിൽ പങ്കെടുക്കുന്നു. ശ്രീ നിഷാദ്, പുതുതലമുറയ്ക്ക് അംഗീകാരം കിട്ടി എന്നുള്ളതാണ് ഇത്തവണത്തെ സിനിമ അവാർഡുകളുടെ ഒരു പ്രത്യേകത. പൊതുവെ പ്രതീക്ഷിക്കപ്പെട്ട പേരുകളെ മറികടന്നുകൊണ്ട് പുതിയ ചെറുപ്പക്കാർ, അത് അഭിനയ രംഗത്താകട്ടെ, സാങ്കേതിക രംഗത്താകട്ടെ, സംവിധാന രംഗത്താകട്ടെ വരുന്നു. അവരുടെ ആദ്യത്തെ സിനിമകൾ തന്നെ അംഗീകരിക്കപ്പെടുന്നു. താങ്കൾ എങ്ങനെയാണ് ഈ അവാർഡ് പ്രഖ്യാപനത്തെ പൊതുവെ വിലയിരുത്തുന്നത്? ആദ്യമായി അവാർഡ് ജേതാക്കൾക്ക് എൻ്റെ അഭിനന്ദനം. പക്ഷേ എനിക്ക് ഒരു വിയോജിപ്പുണ്ട്. വ്യവസ്ഥാപിത പ്രശ്നങ്ങളൊക്കെ പൊളിച്ചടക്കിക്കൊണ്ടാണ് ഇത്തവണ അവാർഡ് കൊടുക്കുന്ന പലയിടത്തും കണ്ടു. പക്ഷേ ഇന്ന് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ടിരിക്കുന്നത് വളരെ ബയാസ്ഡ് ആയിട്ടുള്ളൊരു അവാർഡ് നിർണയമായിരുന്നു എന്നുള്ളതാണ്. ഇതിൽ ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം മറ്റൊന്നുമല്ല. അത് സർക്കാർ ബോധപൂർവം ചെയ്തതാണെന്ന് ഞാൻ എന്നെപ്പോലുള്ളവർ സംശയിക്കുന്നു. കാര്യം യുവതലമുറ, പുതുതലമുറയ്ക്ക് ഒരു പുതിയ ഞങ്ങൾ നിങ്ങളെ വളരെയേറെ സപ്പോർട്ട് ചെയ്യും, അതുകൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാം. അപ്പം അർഹതപ്പെട്ട ഇത്രയും നാൾ വ്യവസ്ഥാപിതമായ എല്ലാം പൊളിച്ചടക്കിയെന്ന് പറയണമെങ്കിൽ ഇത്രയും നാളും കൊടുത്തിരുന്ന അർഹതപ്പെട്ടവർക്കും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന അനർഹർക്കുമാണെന്നൊരു തോന്നൽ ചിലപ്പോൾ ഉണ്ടാവും. പക്ഷേ ഞാൻ അതിലേക്ക് കടക്കുന്നില്ല. 2-3 അവാർഡുകൾ, ഇപ്പം ലൈഫ് പാർട്ട്ണർ ആ സിനിമ ഞാൻ കണ്ടിട്ടില്ല. ഒരാൾ പക്കം വളരെ അക്ലമേഷൻ കിട്ടിയ പടങ്ങളാണ്. കാര്യം ജനങ്ങളുടെ കൂടെ നിന്ന് ചെയ്തത്. തീർച്ചയായിട്ടും ആ എഫേർട്ടിനെയൊക്കെ നമ്മൾ 100% അംഗീകരിക്കണം. 1983 ചെയ്ത ഏബ്രഡിനെയും അതിൽ അഭിനയിച്ച നിവിൻ പോളിയൊക്കെ ഞാൻ വിസ്മരിക്കുന്നില്ല. പക്ഷേ എന്തുവായാലും ഒരുപാട് വലിയ നടന്മാരെ അല്ലെങ്കിൽ പെർഫോമൻസ് കാണാതെ പോയി ഈ ജൂറി എന്നുള്ളതാണ് നമ്മളെപ്പോലുള്ളവരെ വിഷമിപ്പിക്കുന്നത്. അല്ല, അത് എങ്ങനെയാണ്? ഇപ്പോൾ ഈ 2 നടന്മാരുടെ തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെങ്കിൽ നിവിൻ പോളിയാകട്ടെ സുദേവാകട്ടെ, അവരുടെ പ്രകടനത്തെ വസ്തുനിഷ്ഠമായി ജൂറി വിലയിരുത്തിയതിന് ശേഷമായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടുണ്ടാകുക. അതിൽ ഈ ബയാസ് എന്ന് പറയുമ്പോൾ എവിടെ, എങ്ങനെ, അത് തീർച്ചയായിട്ടും കൃത്യമായിട്ട് പറയാം. അതായത് വേറൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇത്തവണ നാഷണൽ അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോൾ കേരളത്തിലേക്കൊരു അവാർഡ് വന്നു. മുസ്തഫ എന്ന് പറയുന്ന നടൻ. ആ നടനെ ഇവിടെ ഒരു തരത്തിൽ പോലും ഒന്നും പരാമർശിച്ചിട്ട് പോലുമില്ല, അല്ലെങ്കിൽ കണ്ടില്ല എന്ന് ജൂറി നടിച്ചു. സ്വാഭാവികമായിട്ടും ഓരോ ജൂറിക്കും അവരുടേതായിട്ടുള്ളൊരു വ്യൂ പോയിൻ്റ് ഉണ്ടാവും. ഇപ്പോൾ വേറൊരു ആളുകളാണ് ജൂറിയിലുണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കില്ല അവാർഡിനെ. അതേപോലെ എനിക്ക് പറയാനുള്ളത് ജയസൂര്യയുടെ പെർഫോമൻസാണ്. അപ്പോത്തിക്കിരി, ഇയോബിൻ്റെ പുസ്തകം, ഈ 2 സിനിമകളും ജയസൂര്യ ചെയ്ത്, ഞാനൊരു ഓർഡിനറി ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ, സംവിധായകൻ എന്ന വിട്ടുകളാണ്, പ്രേക്ഷകൻ എന്ന നിലയിൽ ജയസൂര്യയുടെ പെർഫോമൻസ് എങ്ങനെ ജൂറിക്ക് കണ്ടില്ല എന്നടിക്കുന്നുള്ളത് സ്വാഭാവികമായിട്ടും ഒരുപാട് ചെറുപ്പക്കാർ, യുവതലമുറയിലുള്ള ആളുകൾ, സോഷ്യൽ മീഡിയ നിങ്ങൾ തുറന്നു നോക്കിയാൽ നിങ്ങൾക്കറിയാം, അവരൊക്കെ ചോദിക്കുന്നൊരു ചോദ്യം ഞാൻ ചോദിക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെപ്പോലുള്ള ആളുകൾക്ക് ഈ സംശയമുണ്ടാവും. അതിൽ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ജോൺ പോൾ സാറിനെ പോലെയുള്ള ഒരാൾ നമുക്ക് ഒരുപാട് നല്ല സിനിമകൾ സമ്മാനിച്ച, ഇവിടെ പറയുമ്പോൾ ഉൾപ്പെടെയുള്ള ഒത്തിരിയോ സിനിമകൾ, മിന്നാമിനങ്ങിൻ്റെ നിർമ്മാണം. അപ്പോൾ അദ്ദേഹം ജൂറി ചെയർമാനായിട്ട് വരുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടാവും, ഇത് വളരെ കലർപ്പില്ലാത്ത തരത്തിലായിരിക്കും ഇത് വരുന്നതുള്ളൂ. പക്ഷേ നിവിൻ പോളി നല്ല നടനാണ്, അദ്ദേഹം നന്നായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സ്പെഷ്യൽ മെൻഷനെങ്കിലും ഈ പറയുന്ന 2 ആർട്ടിസ്റ്റുകൾ, ജയസൂര്യയ്ക്ക് ഒരു പ്രത്യേക പരാമർശം പോലും ഇല്ലാത്തത് എന്ത് എന്നുള്ളതാണ് താങ്കളുടെ സംശയം. തുടരുക ദയവായി. പത്മകുമാർ, താങ്കൾക്ക് മാത്രമല്ല മലയാള സിനിമയിൽ പുതുതായി രംഗപ്രവേശനം ചെയ്ത നിരവധി ആളുകൾക്ക് അവരുടെ ആദ്യത്തെ ചിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ 2ാമത്തെ ചിത്രത്തിൽ സംസ്ഥാന അംഗീകാരം കിട്ടിയിരിക്കുന്നു എന്നുള്ളത് വളരെ വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. മലയാള സിനിമയിൽ ഒരു പുതുവസന്തമുണ്ട് എന്ന് ഈ അവാർഡ് ജൂറി അംഗീകരിച്ചിരിക്കുകയാണ് എന്ന് തോന്നുന്നുണ്ടോ?
തീർച്ചയായിട്ടും എനിക്ക് എൻ്റെ കൂടെ പങ്കെടുക്കുന്ന അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഞാൻ ശ്രദ്ധിച്ചു. ഒരു രാഷ്ട്രീയമെന്നും അല്ലെങ്കിൽ എന്തൊക്കെയോ അദ്ദേഹം പറഞ്ഞിരുന്നു. പക്ഷെ എനിക്ക് മനസ്സിലാവാത്തൊരു കാര്യം, ഞാൻ ചെയ്ത പടം മൈ ലൈഫ് പാർട്ണർ, ആ പടം അദ്ദേഹം കാണാൻ തയ്യാറായില്ല, അല്ലെ കാണാനുള്ള അവസരം കിട്ടിയില്ല. അപ്പൊ അതിൽ സുദേവൻ ആളുടെ അഭിനയം ഒരിക്കലെങ്കിലും മറ്റു താരങ്ങളോടൊപ്പം ഒന്ന് കമ്പയർ ചെയ്യുന്ന ഒരു അപേക്ഷ എനിക്കുണ്ട്. കാരണം സിനിമയൊന്ന് കണ്ടിട്ട് എന്താണ് അയാൾ ചെയ്തത്, അല്ലെങ്കിൽ ഒരാൾക്ക്, ഞാൻ പറയുന്നില്ല ഒരിക്കലും മോശമല്ല, കാരണം ഒരുപാട് വലിയ വലിയ ബഹുമാനിക്കുന്ന താരങ്ങളൊക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇപ്പം എന്നാ പറയുന്നത്, ജയസൂര്യ എനിക്കറിയാം, അപ്പോഴത്തേക്കൊക്കെ വളരെ നന്നായിട്ട് ചെയ്തിരുന്നു. പക്ഷെ ഒരിക്കലെങ്കിലും ഈ സിനിമ മൈ ലൈഫ് പാർട്ണർ ഒന്ന് കാണണം. ഇത് ശരിക്കും പറയുന്ന ഒരു രാഷ്ട്രീയത്തിന്റെയോ ഒന്നുമല്ല, ഒരു മുൻവിധിയോടുകൂടി ഈ സിനിമയുടെ ഒരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. കാരണം പുതിയ ആൾക്കാർക്ക് ജെന്യൂൻ ആയിട്ടുള്ള ഒരു അപ്രോച്ച് തന്നെ, അവാർഡ് തന്നെയായിരുന്നു ഇത്. ഇപ്പൊ കിട്ടിയ അവാർഡുകളൊക്കെ സംതിങ് ഡിഫറെന്റ് ആയിട്ട് ഒരു ട്രീറ്റ് ചെയ്ത സിനിമകൾക്കാണ് ഈ ജൂറി പരിഗണിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഒരു രാഷ്ട്രീയമൊന്നും ഇതിന്റെ എനിക്ക് കിട്ടിയോണ്ട് പറയല്ല, ഒരു രാഷ്ട്രീയമൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. കാരണം 1.5 വർഷമായിട്ട് കഴിഞ്ഞ ജൂണിൽ ഈ പടം റിലീസ് ചെയ്തിട്ട് ഞാൻ ഒരു വേദനയോടെ തള്ളി നീക്കി കുറെ കാലമായിരുന്നു. ഒരു സിനിമ ചെയ്തിട്ട് ആരോടും പറയാൻ പറ്റില്ല, എല്ലാവരും ചവിട്ടി കുപ്പയിലിട്ടു. അതിനിടയ്ക്ക് ഒരു വലിയൊരു അംഗീകാരമാണ് എന്നെ പോലുള്ള കലാകാരന്മാർക്ക് കിട്ടുന്നത്. തീർച്ചയായും അത് നിശ്ചയമായും അങ്ങനെ തന്നെയാണ്. അതേപോലെ തന്നെ താങ്കൾ പറഞ്ഞു, ഇക്കാര്യത്തിൽ കുറേ അധികം ആളുകൾ അംഗീകരിക്കപ്പെട്ടു, താങ്കൾ അടക്കമുള്ള ആളുകൾ. ഇത് പൊതുവെ വീക്ഷിക്കപ്പെടുന്നത് ഒരു ന്യൂ ജെൻ അവാർഡായിട്ടാണ്. അത്തരത്തിൽ നിരവധി പുതിയ ആളുകൾ അംഗീകരിക്കപ്പെടുന്നു. അങ്ങനെ ഒരു ന്യൂ വേവ് മലയാള സിനിമയിലുണ്ട് എന്ന് അംഗീകരിക്കപ്പെടുകയാണോ എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. പുതിയ ആളുകൾക്ക് ധൈര്യമായി ഈ മേഖലയിലേക്ക് വരാൻ, അവർക്ക് അംഗീകാരമുണ്ട് എന്ന് ഉറപ്പാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സാഹചര്യമുണ്ടോ? ഭൂമി എന്നൊരു ക്യാൻവാസിൽ ഒരാൾക്ക് മാത്രം സ്ഥാനമില്ല. കാരണം ഇപ്പൊ എനിക്ക് എന്റെ സ്ഥാനം കൃത്യമായിട്ട് എന്റെ കാൽ രണ്ടും വെക്കാനുള്ള സ്ഥാനമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ എല്ലാ ആൾക്കാർക്കും അവരുടേതായ സ്ഥാനമുണ്ട്, അവരുടെ ക്രിയേറ്റിവിറ്റിക്കുള്ള പ്ലേസ് ചെയ്യാനുള്ളത്. അപ്പൊ അവരുടെ ന്യൂ ജനറേഷൻ, ഇപ്പൊ ഇന്ന് വളർന്നു വന്ന എല്ലാ ആൾക്കാരും, പ്രഗത്ഭരെ എല്ലാ ആൾക്കാരും ഒരു ന്യൂ ജനറേഷൻ പുതിയതായിട്ടാണ് തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ ഒരു വേർതിരിവിന്റെ കാര്യമില്ല. കാരണം ക്രിയേറ്റിവിറ്റി ആർക്കും സ്വന്തമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് പ്രകൃതി തരുന്ന വലിയൊരു അനുഗ്രഹമാണ്, ഒരു പ്രകൃതിയുടെ ഒരു ലിങ്കാണത്. നമ്മൾ നമ്മുടെ ബോഡിയിൽ കൂടെ നമ്മളത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു. അത് മാത്രമാണ് എനിക്ക് തോന്നുന്നത്. അതിനൊരു പ്രത്യേകമായ ഒരു വേർതിരിവ് ഒന്നും ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതാണ് ശ്രീ നിഷാദ്. ഇപ്പോൾ ഒറ്റാൽ എന്ന സിനിമ ദേശീയ അവാർഡിന് വളരെ സജീവമായി പരിഗണിക്കുകയും ജൂറി അംഗങ്ങളിൽ ഭൂരിപക്ഷം ഉണ്ടാവുകയും ചെയ്തതാണ്. പക്ഷേ ഭാരതി രാജ എന്ന ജൂറി ചെയർമാൻ അക്കാര്യത്തിൽ വ്യത്യസ്തമായ അഭിപ്രായമായിരുന്നു. വേറൊരു ചിത്രത്തിന്, മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ലഭിക്കുന്നു. ഇവിടെ ഒറ്റാൽ എന്ന സിനിമ പുരസ്കൃതമാവുകയാണ്. ജൂറിയുടെ നിലപാട് തീർച്ചയായും അവരുടെ സബ്ജക്റ്റീവായ കാഴ്ച ഒരു ഘടകം തന്നെയാണ്, അക്കാര്യത്തിൽ സംശയമില്ല. അതിനെ ആ നിലയ്ക്ക് കണ്ടാൽ പോരെ, അതിനപ്പുറത്ത് എന്തെങ്കിലും താല്പര്യമാണ് എന്ന് കാണുന്നത് എന്തുകൊണ്ടാണ്? ഞാനത് പറയാം. ഇപ്പോൾ ഇദ്ദേഹം പറഞ്ഞതിനോട് ഞാൻ വിയോജിക്കുകയാണ്. ഞാൻ ലൈഫ് പാർട്ട്ണറെ പറ്റിയല്ല പറഞ്ഞത്. ഞാൻ പറഞ്ഞ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹത്തിന് മനസ്സിലാകാത്തതുകൊണ്ട് അത് വേറൊരു വിഷയം, അതവിടെ നിൽക്കട്ടെ. ഇന്ന് ജൂറി ചെയർമാൻ പറഞ്ഞത് നിലവാരമില്ലാത്ത സിനിമകളാണ് വന്നിരുന്നത്. 75% നിലവാരമില്ലാത്ത സിനിമകളാണ്. അപ്പോൾ എങ്ങനെ മുന്നറിയിപ്പും അപ്പോത്തിക്കരിയും എല്ലാം നിലവാരമില്ലാത്ത സിനിമകളാണെന്ന് എനിക്ക് അത് 75% വരണമെന്നില്ല. അല്ല, ഞാൻ പറയുന്നത് അപ്പം അതിൻ്റെ അകത്ത് ശ്രീ മമ്മൂട്ടിയുടെ അഭിനയം മാറ്റിവെക്കാം. അദ്ദേഹവും ലാലേട്ടനുമൊക്കെ അതീതനാണ് പല കാര്യത്തിലും മാറ്റി. യുവ താരങ്ങൾക്ക് ന്യൂ ജെനിൽ, താങ്കളൊക്കെ പറയുന്നത് ന്യൂ ജെനിലൊക്കെ തീർച്ചയായിട്ടും ഞാൻ ഇപ്പോഴും പറയുന്നു, നിവിൻ പോളി നല്ല നടൻ തന്നെയാണ്. 1983 അദ്ദേഹം അസാധ്യമായി പെർഫോം ചെയ്തിട്ടുണ്ട്. പക്ഷേ ചില ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസ് കണ്ടില്ല എന്ന് ബോധപൂർവം നടിച്ചതായിട്ട് ഞങ്ങൾക്ക് തോന്നിയാൽ, പ്രേക്ഷകരെന്ന നില തോന്നിയാൽ, സ്വാഭാവികമായിട്ട് നമ്മൾ പ്രതികരിക്കും. ഇപ്പോൾ നസ്രിയ ചെയ്ത ഒരു സാധാരണ സിനിമയിൽ ചെയ്യുന്ന ഒരു ക്യാരക്ടർ മാത്രമേ ഉള്ളൂ. പക്ഷേ അതിനേക്കാളും നല്ല പെർഫോമൻസിൽ തന്നെ ചെയ്തിട്ടുണ്ട്. ഇത് ഞാൻ പറയുന്നതല്ല, നിങ്ങൾക്ക് സോഷ്യൽ മീഡിയയിൽ നിങ്ങളൊക്കെ സജീവമാണ്, നിങ്ങൾക്ക് നോക്കാം. ജനങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, പ്രേക്ഷകരുടെ അഭിപ്രായമാണ് പറയുന്നത്. അപ്പോൾ അതിനെ ഒരു ന്യൂ ജനറേഷൻ്റെ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇതിലിട്ട് ഒരു റിങ്ങിലിട്ടിട്ട് അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് അത് ഒരിക്കലും നമ്മളെപ്പോലുള്ള ആർക്കും അങ്ങനെ ന്യൂ ജനറേഷൻ്റെ റിങ്ങിലിട്ട് ആരെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ്. ഈ അലിഫ് എന്ന് പറയുന്ന സിനിമയെ വേണമെങ്കിൽ ന്യൂ ജനറേഷൻ സിനിമയായി കാണാം. ഒരു പുതിയ സംവിധായകൻ എടുത്ത സിനിമ, പുതിയ സംവിധായകൻ വരുന്നത് കൊണ്ട് അഭിനയിച്ച നടിക്ക് ഏറ്റവും മികച്ച അഭിനേത്രിക്കുള്ള അവാർഡ് കിട്ടിയത് എന്തെങ്കിലും സ്ഥാപിത താല്പര്യം, അല്ലെങ്കിൽ നിവിൻ പോളിക്ക് അവാർഡ് കിട്ടിയത് എന്തെങ്കിലും സ്ഥാപിത താല്പര്യം, ഇതൊക്കെ എങ്ങനെ വസ്തുതാപരമായി സ്ഥാപിക്കാൻ സാധിക്കും? ഇത് നമുക്ക് ഒരുപക്ഷെ അവാർഡ് കിട്ടണമെന്ന് ആഗ്രഹിച്ചിരുന്ന ആളുകൾക്ക് കിട്ടിയില്ല എന്ന വിഷമത്തിനപ്പുറത്ത് ഇതിലൊന്നുമില്ല. ഒരിക്കലും അല്ല. കാര്യം ഇത് കലയെ അങ്ങനെ വേർതിരിച്ച് കാണേണ്ട കാര്യമില്ല. കൊമേഴ്ഷ്യലൈസ് അല്ലെങ്കിൽ ആർട്ട് ഇതൊന്നും നോക്കണ്ട. കല എപ്പോഴും കല തന്നെയാണ്. പക്ഷേ നമുക്ക് മനുഷ്യൻ്റെ ബുദ്ധിശക്തിയെ പരിഹസിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യുക്തി മാത്രമേ നമ്മൾ ചിന്തിച്ചിട്ടുള്ളൂ. അതായത് ലെന എന്നൊരു ആർട്ടിസ്റ്റ് ചെയ്ത ക്യാരക്ടർ അല്ലെങ്കിൽ അവർ പ്രതിഫലിപ്പിച്ചത് ആ കഥാപാത്രത്തെ, അത് ഔട്ട്സ്റ്റാൻഡിങ് ആയിരുന്നു. ഞാൻ മഞ്ജു വാര്യറിലേക്കൊന്നും പോകുന്നില്ല, അത് ഔട്ട്സ്റ്റാൻഡിങ്ങിലാണ്. അപ്പം ഇതിൻ്റെ ഒരു പേർപ്പസ്ഫുൾ ഇതുണ്ടോ എന്ന് തോന്നിയാൽ, ഞാൻ എൻ്റെ തോന്നലാണ് പറയുന്നത്. ഇപ്പോൾ എൻ്റെ അഭിപ്രായം തന്നെ കറക്റ്റായിരിക്കണമെന്നില്ല. ഓരോ ജൂറിക്കും ഓരോ അഭിപ്രായം ഉള്ളവരെ, ഓരോ വ്യക്തിക്കും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് ഷെയർ ചെയ്യാം.
അത് ഞാൻ എങ്ങനെ സ്ഥാപിക്കുന്നു എന്നുള്ളതല്ല വിഷയം. എൻ്റെ അഭിപ്രായം, എൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒന്നും ഉണ്ടാകാമോ ശ്രീ പത്മകുമാർ? ജൂറി മുൻകൂട്ടി ഒരു വിഭാഗം സിനിമകളെ പ്രൊമോട്ട് ചെയ്യണം എന്ന് തീരുമാനിച്ച് ഒരു തീരുമാനമെടുക്കാനുള്ള സാധ്യത ഒരു അവാർഡ് നിർണയത്തിലുണ്ടോ? അദ്ദേഹത്തിന്റെ സംസാരത്തിൽ ഒരു വക്താവിന്റെ ഒരു ആരുടെയൊക്കെ വേണ്ടി സംസാരിക്കുന്ന പോലെ തോന്നുന്നു. എന്റെ ഒരു കാര്യം പറയാം, ഞാനൊരു നടനും കൂടിയാണ്. നടന്റെ വേഷം അഴിച്ചു വെച്ചിട്ട് സംസാരിക്കുകയാണ്. ഈ സുദേവ് നായർ ചെയ്ത കിരൺ എന്ന കഥാപാത്രം അത് അതിശക്തമായ ഒരു കഥാപാത്രമായിരുന്നു. ഈ ഒരു കഥാപാത്രം ചെയ്യാൻ മലയാളത്തിലെ അദ്ദേഹം പറഞ്ഞ ചില താരങ്ങളെ ഞാൻ സമീപിച്ചു നോക്കി, പക്ഷെ അവരൊന്നും അതിന് തയ്യാറായില്ല. അപ്പൊ സുദേവ് അതിനകത്ത് ചെയ്തു. അതുകൊണ്ട് ആ താരത്തിനെ അല്ല കിട്ടിയിരിക്കുന്നത്, ആ ഒരു നടനല്ല കിട്ടിയിരിക്കുന്നത്, കഥാപാത്രത്തിനാണ് കിട്ടിയിരിക്കുന്നത്. പറഞ്ഞ ലെന എന്നൊരു നടിയെ ഞാൻ ഈ സിനിമയ്ക്ക് വേണ്ടി വിളിച്ചാണ്, സുകന്യ ചെയ്ത കഥാപാത്രത്തിന്. അപ്പൊ ലെന ഒരിക്കലും എന്നോട് പറഞ്ഞു എനിക്ക് താല്പര്യമില്ല അഭിനയിക്കാൻ എന്ന് പറഞ്ഞു. അവർ വേറൊരു സിനിമ ചെയ്യാൻ പോയി. അപ്പം അത് എന്നെ പോലുള്ള ഒരാൾ ഞാൻ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഈ ഒരു സിനിമ പ്രസന്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, അതിനകത്തൊരു താരമൂല്യത്തെക്കാട്ടിൽ കൂടുതലായിട്ട് ആ സിനിമയുടെ ഒരു ജെന്യൂനിറ്റിയാണ്. പിന്നെ മുന്നറിയിപ്പ് എന്ന സിനിമയെക്കുറിച്ച് അസാധ്യമായിട്ട് മമ്മൂട്ടി സാർ അഭിനയിച്ചാണ്. മമ്മൂട്ടി സാറായിട്ട് ഒരിക്കലും സുദേവ് നായറിനെയോ നിവിൻ പോളിയെ കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അദ്ദേഹം നമ്മുടെ ഔട്ട് ഓഫ് റീച്ച് ആണ്, അതുല്യ പ്രതിഭ. അപ്പൊ എനിക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിനെ ഒന്ന് ഒഴിവാക്കിയതായിരിക്കില്ല, മറ്റുള്ളവരെ ഒന്ന് കൈപിടിച്ച് ഉയർത്താൻ ജൂറി ശ്രമിച്ചിരിക്കാം. അത് സ്വാഭാവികമാണ്. കാരണം ഇനിയും വളർന്നു വരാൻ ഒരുപാട് പേര് ഒരു കൈത്താങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നെ പോലുള്ള അല്ലെങ്കിൽ സുധീർ നായറിനെ പോലുള്ള ഒരുപാട് പേരുണ്ട്. അവർക്കുള്ള ഒരു ജസ്റ്റ് ഒരു സപ്പോർട്ടാണ് ഈ ഒരു അവാർഡ്. തീർച്ചയായും ശ്രീ പത്മകുമാർ, ഒരുപാട് പ്രേക്ഷക അംഗീകാരം കിട്ടിയ സിനിമകളെ അവാർഡ് ജൂറി കണ്ടിട്ടുണ്ട്, അദ്ദേഹം പരിഗണിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെയും പുരസ്കൃതമായിട്ടുള്ള പല സിനിമകളും ജനങ്ങളെ സംബന്ധിച്ച് കാണാനുള്ള അവസരം ഒരുപക്ഷെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഇപ്പോൾ താങ്കളുടെ സിനിമ ഒരു ഉദാഹരണം. ഇവിടെ വന്നിട്ടുള്ള പല സിനിമകളും, സനൽകുമാർ ശശിധരൻ്റെ സിനിമയാകട്ടെ, ഇതൊന്നും റിലീസ് ചെയ്തില്ല എന്നല്ല ഞാൻ പറയുന്നത്, അതുപോലെയുള്ള ഒറ്റാലാകട്ടെ, ഇത്തരം സിനിമകളൊന്നും വളരെ സജീവമായ ഒരു പ്രേക്ഷക നിരൂപണത്തിലേക്ക് എത്താനുള്ള ചില തടസ്സങ്ങൾ കൂടിയുണ്ട്. ആ ഒരു ഘടകം കൂടി. ഇപ്പോൾ അലിഫാകട്ടെ, ഏത് സിനിമയുമാകട്ടെ, നിരൂപക പ്രശംസ നേടുന്ന സിനിമകൾ, ജൂറിയുടെ പ്രശംസ നേടുന്ന സിനിമകൾ സാധാരണ ജനങ്ങളിലേക്ക് കൃത്യമായി എത്തുന്നുണ്ടോ എന്നുള്ളതൊരു പ്രശ്നമല്ലേ? വലിയ പ്രശ്നമാണ്. കാരണം ഇപ്പം എനിക്ക് സർക്കാരിനോട് ഇപ്പം ബഹുമാനം തോന്നി. കാരണം പക്ഷെ എനിക്കൊരു കാര്യം പറയാനുള്ള, ഈ സിനിമയുമായി ഇതൊരു സർക്കാരിന്റെ തന്നെ സബ്സിഡിയുള്ള മീൻസ് അവരുടെ ഒരു ഫെസിലിറ്റി ചെയ്തൊരു സിനിമയായിരുന്നു ഇതിന്റെ ഭൂരിപക്ഷ ഭാഗങ്ങളും. പക്ഷെ അവരുടെ തിയേറ്റർ റിലീസ് ചെയ്യാനായി ഞാൻ അതിന്റെ ഒരു പ്രമുഖ വ്യക്തിയെ ആ സമയത്ത് വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് തിയേറ്റർ തരാൻ പറ്റില്ല, നിങ്ങൾ വാടകയ്ക്ക് ഈ തിയേറ്റർ എടുത്തിട്ട് പ്രദർശിപ്പിച്ചോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ആ ഒരു സൈഡിൽ പോലും നമുക്ക് ഒരു ഡീമോട്ടിവേഷൻ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മളെ തളരാൻ പോയില്ല. എങ്കിലും നമ്മൾ ഈ സിനിമ ഉദാത്തമായ അല്ലെങ്കിൽ ഒരു വലിയൊരു സിനിമയെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഒരു സത്യസന്ധമായ അപ്രോച്ച് ഈ സിനിമയിലുണ്ടായിരുന്നു. അപ്പം എനിക്ക് പറയാനുള്ളത്, ഇപ്പം ഇന്നത്തെ നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ പോലെ പ്രിലിമിനറി സ്ക്രീനിങ് എത്രമാത്രം സാധ്യമാണെന്നറിയില്ല, എങ്കിലും നല്ല സിനിമകളെ ഒരു സ്ക്രീനിങ് നടത്തിയിട്ട് അതിനെ ഒന്ന് താങ്ങി മുകളിലോ കൊണ്ടുവരാനുള്ള ഒരു ശ്രമം സർക്കാരിന്റെ വശത്തുനിന്ന് ഉണ്ടാകണമെന്ന് വലിയൊരു അപേക്ഷയാണ്. കാരണം ഒരുപാട് നല്ല ഫിലിം മേക്കേഴ്സ് നമ്മുടെ ഇടയിലുണ്ട്. റൈറ്റ്, അതാണ് ശ്രീ നിഷാദ് മുൻപൊക്കെ രണ്ട് തരം സ്ട്രീം എന്നുള്ള നിലയിൽ കാണുമായിരുന്നു ആളുകൾ. ഒരു വിഭാഗം സിനിമകൾ അല്ലെങ്കിൽ സമാന്തര സിനിമകളെ അവാർഡ് സിനിമകൾ എന്നാണ് മുൻപ് വിളിച്ചിരുന്നത് പോലും. കാരണം അത്തരം സിനിമകൾ അവാർഡിനുള്ളതാണ്, ജനങ്ങൾ കാണേണ്ടതല്ല എന്ന ഒരു മൈൻഡ് സെറ്റ് പോലും ഇവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുന്നുണ്ട്. ഈ സിനിമകളുടെ ലിസ്റ്റ് പരിശോധിച്ചാൽ തന്നെ വലിയ തോതിൽ പ്രേക്ഷക പ്രീതി നേടിയ സിനിമകൾ ഇവിടെ ജൂറി അംഗീകരിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പ്രേക്ഷക പ്രീതി നേടിയേക്കാവുന്ന പല ചിത്രങ്ങൾക്കും പലതരത്തിൽ അത് തിയേറ്ററുകളിൽ എത്താനും ആസ്വദിക്കാനുമുള്ള തടസ്സങ്ങൾ നേരിടുന്നു. അതിൻ്റെ മാർക്കറ്റിംഗ്, തിയേറ്ററുകളുടെ ലഭ്യത കുറവ്, ഇങ്ങനെ ഒട്ടേറെ പ്രശ്നങ്ങൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഇപ്പോൾ പുതിയ ചില നടപടികൾ കൂടി സർക്കാർ ആലോചിക്കുന്ന ഘട്ടമാണല്ലോ. ഇത്തരം സിനിമകൾക്ക് കൂടി മാർക്കറ്റ് ഉണ്ടാക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? തീർച്ചയായും അത് കാലാനുസൃതമായ മാറ്റങ്ങൾ നമ്മൾ ഉൾക്കൊള്ളണം. ഇപ്പോൾ താങ്കൾ പറഞ്ഞ പോലെ ആ സ്ട്രീം അങ്ങ് മാറി, ഏത് സിനിമയ്ക്കും അവാർഡ് കിട്ടുമെന്നുള്ളൊരു കണ്ടീഷൻ. അപ്പോൾ അതിനകത്തുള്ള വിയോജിപ്പുകളെ മാത്രമേ നമ്മൾ പറയത്തുള്ളൂ. അദ്ദേഹം ഇപ്പോഴും അദ്ദേഹത്തിൻ്റെ നടനെ ഞാൻ കൊച്ചായി കണ്ടു എന്നാണ് ഈ പത്മകുമാർ പറഞ്ഞത്. ഞാൻ അങ്ങനെ ആരെയും കൊച്ചായി കണ്ടില്ല. പെർഫോം ചെയ്ത പലർക്കും ഒരു ഇമ്പോർട്ടൻസ് കിട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ എൻ്റെ ഉള്ളൂ. ഞാൻ പറഞ്ഞ ഒറ്റ കാര്യമുള്ളൂ. ഇപ്പോൾ താങ്കൾ പറഞ്ഞ ഒരു വിഷയത്തിലേക്ക് വന്നാൽ സർക്കാർ മുന്നിട്ടിറങ്ങിയാൽ മാത്രമേ ഈ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകാൻ പറ്റുള്ളൂ. കാരണം ചിത്രാഞ്ജലിയുടെ കീഴിലാണ് ഇപ്പം ശ്രീ കലാഭവൻ തിയേറ്റേഴ്സ്, എല്ലാ ലോകോത്തര നിലവാരമുള്ള തിയേറ്റേഴ്സാണ്. പക്ഷേ ഇതുപോലെ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ സിനിമ പോലത്തെ ഒരു സിനിമ റിലീസ് ചെയ്യാൻ ചോദിച്ചാൽ അവർ കൊടുക്കുന്നത് ഒരു ഷോ, 2 ഷോ ഒക്കെയാണ്. ഇപ്പോൾ ക്രൈം 66 എന്ന് പറഞ്ഞൊരു പടം വന്നിട്ടുണ്ട്, ക്രൈം നമ്പർ 83. ആ സിനിമ ഒറ്റ ഷോ ആണ് കൊടുത്തത്, ഏത് ശ്രീ തിയേറ്ററിൽ. അപ്പോൾ അത് ഫുള്ളായിരുന്നു, ഒരു ഷോ കൊടുത്തിട്ട്. അപ്പം
ആക്ച്വലി എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സർക്കാർ ഇതിനകത്ത് മാർക്കറ്റിങ്ങിന് മുന്നിട്ടിറങ്ങിയേ പറ്റൂ. കാര്യം ഇത്തരം സിനിമകൾ പ്രൊമോട്ട് ചെയ്യണം. ഒരു വർഷം കുറച്ച് ജൂറിയെ നിർത്തി കുറേ അവാർഡ് കൊടുത്ത് ഞങ്ങൾ പ്രൊമോട്ട് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ കാര്യമില്ല. അതിന് ഒരു എന്താ പറയുക, കുറച്ച് ദിശാബോധത്തോടു കൂടി അതിനൊരു മാർക്കറ്റിംഗ് വിങ് തന്നെ വേണം. ഇപ്പോൾ KSFDCയും ചലച്ചിത്ര അക്കാദമിയൊക്കെ ഉണ്ടല്ലോ, അത് ഓരോരുത്തരുടെ പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയാക്കി മാറ്റാതെ കുറച്ചുകൂടി വിശാലമായ കാഴ്ചപ്പാടിലൂടെ സിനിമയെ സ്നേഹിക്കുന്ന ആളുകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു മാർക്കറ്റിംഗ് വിങ് തന്നെ ഉണ്ടാക്കി മലയാള സിനിമയെ, ഒരു കാലത്ത് മലയാള സിനിമയായിരുന്നു ഇന്ത്യൻ സിനിമയുടെ ടെക്സ്റ്റ് ബുക്ക്. യവനിക പോലെയുള്ള സിനിമകൾ കണ്ടിട്ട് ഒത്തിരി പേര് ഇന്നും മലയാള സിനിമയെ അങ്ങനെ ആദരിക്കുന്നുണ്ട്. പക്ഷേ മലയാള സിനിമയുടെ പോക്ക് എവിടെ പോയിരിക്കുന്നു എന്നുള്ളത് എനിക്കും താങ്കൾക്കും പ്രേക്ഷകർക്കും അറിയാം. ഇനിയും വൈകിട്ടില്ല. സർക്കാർ ഇതിന് മുൻകൈയെടുത്ത്, അല്ലെങ്കിൽ അതിൻ്റെ ഏജൻസി മുൻകൈയെടുത്ത് ഇതിനൊരു മാർക്കറ്റിംഗ് വിങ് തന്നെ ഉണ്ടാക്കണം. ഇത്തരം സിനിമകളെ പ്രൊമോട്ട് ചെയ്യാൻ, ഇത്തരം സിനിമകൾ ഇപ്പോൾ ഫെസ്റ്റിവലിൽ ഇതുപോലത്തെ സിനിമ അലിഫ് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിച്ചപ്പോൾ ഫുള്ളായിരുന്നു. ആ സംവിധായകന് കിട്ടിയ അപ്ലോസ് ഒരിക്കലും ഒരു കൊമേഴ്ഷ്യൽ സിനിമയിലെ സംവിധായകന് കിട്ടില്ല. ഞാൻ എൻ്റെ കണ്ടുകൊണ്ടുകൊണ്ടിരിക്കുകയാണ് ആ സംവിധായകനെ പൊക്കിയെടുത്തുകൊണ്ട് ആളുകൾ പോകുന്നത്. അത്രമാത്രം ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ആയിരുന്നു. അത് ഫെസ്റ്റിവലിൽ മാത്രം കാണുന്നൊരു പ്രതിഭാസം. ഇത് എന്നും ഫെസ്റ്റിവൽ ആകണമെന്നുണ്ടെങ്കിൽ സർക്കാർ ക്രിയാത്മകമായി അതിനകത്ത് ഇടപെട്ടേ പറ്റും. റൈറ്റ്. ശ്രീ പത്മകുമാർ, ഇവിടെ ഇപ്പോൾ KSFDC ചെയർമാനോട് ഞാൻ ഒരിക്കലും ഈ ചോദ്യം, അതായത് എന്തുകൊണ്ടാണ് ആളുകൾ സ്ട്രഗിൾ ചെയ്തെടുക്കുന്ന പാരലായ സിനിമകൾക്ക് തിയേറ്റർ കിട്ടാതെ, മതിയായ ഷോകൾ കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം വളരെ ലളിതമാണ്. ഈ തിയേറ്ററുകളൊക്കെ നടത്തണമെങ്കിൽ അതിനൊരു സാമ്പത്തിക വശമുണ്ട്. AC-യുടെയും കറണ്ടിൻ്റെയും ഈ പ്രദർശന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൻ്റെയും ഒക്കെ ചെലവ്, അത് കണ്ടെത്താൻ പോലും ഇത്തരം ചിത്രങ്ങൾക്ക് തിയേറ്ററുകൾ കൊടുത്താൽ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരെ സംബന്ധിച്ച് മുന്നിലുള്ള പ്രശ്നം. അതുകൊണ്ടാണ് അവർ വിജയുടെയും അജിത്തിൻ്റെയും ഒക്കെ സിനിമകൾക്ക് കൊടുക്കുന്ന ഇടം നിങ്ങളുടെ സിനിമകൾക്ക് തരാത്തത്. അതൊരു ബിസിനസ്സാണല്ലോ. അവിടെ ഏറ്റവും പ്രധാനം മാർക്കറ്റിംഗ് ആണ്. ഇത്തരത്തിലുള്ള സിനിമകളെ ഫലപ്രദമായി മാർക്കറ്റ് ചെയ്ത് തിയേറ്ററുകളിൽ ഈ പടമുണ്ടെങ്കിൽ അത് കാണാൻ ആളുകൂടി വരുന്ന അവസ്ഥ ഉണ്ടാകാത്തതല്ലേ പ്രശ്നം? അല്ലല്ല, അതിന്റെ പ്ലാറ്റ്ഫോം കിട്ടാത്തതാണ് പ്രശ്നം. ഇപ്പൊ ഞാൻ മുന്നിരുന്ന ഒരു പ്രമുഖനോട് സംസാരിച്ച് അദ്ദേഹം പറഞ്ഞു അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല, കാരണം അങ്ങനെ നമുക്ക് വേണ്ടി നിങ്ങളെടുത്ത പടത്തിന് വേണ്ടി ഇപ്പോൾ തന്നാൽ സർക്കാർ തിയേറ്ററുകൾ എങ്ങനെ നടത്തും, ഞങ്ങൾ ലാഭമല്ലേ, അങ്ങനെ ഉണ്ടെങ്കിൽ തിയേറ്റർ സ്ഥാനത്ത് വല്ല ബാറും എല്ലാം നടത്തിയാൽ മതിയല്ലോ അങ്ങനെ ലാഭത്തിന് വേണ്ടി. അപ്പം ഇതൊരു കോമ്പറ്റീറ്റീവ് വേൾഡ് ആണ്. ഇപ്പൊ കേരളം എന്ന് പറയുന്ന ലോകത്തിന് മുമ്പിൽ എത്തണമെങ്കിൽ നമ്മൾ ബൗണ്ടറി ക്രോസ് ചെയ്യണം. ഇപ്പൊ മലയാള സിനിമകൾ, ഇന്ത്യൻ സിനിമ ബൗണ്ടറി ക്രോസ് ചെയ്ത് ഇപ്പൊ ഒരുപാട് പോകുന്നില്ല, പ്രത്യേകിച്ച് മലയാള സിനിമകൾ. അപ്പൊ നല്ല ഫിലിം മേക്കേഴ്സിനെ കൊണ്ടുവരാനും കോമ്പറ്റീറ്റീവ് മൈൻഡിൽ അവരെ അപ്രോച്ച് ചെയ്യാനും നമ്മൾ പ്രേക്ഷകർ കാണാൻ വേണ്ടിയുള്ള ഒരു പ്ലാറ്റ്ഫോം ഗവൺമെന്റ് ഒപ്പിച്ചു കൊടുക്കണം. കാരണം സബ്സിഡിയുമായി നിങ്ങൾ വരൂ, അവിടെ പടം ചെയ്യാമെന്ന് പറയുന്നതോടൊപ്പം തന്നെ ഒരു അറ്റ്ലീസ്റ്റ് മെയിൻ സിറ്റീസിൽ ഒരു തിയേറ്ററിൽ ഒരു ദിവസം 2 ദിവസം ഷോ കൊടുക്കാനുള്ള ഒരു ധൈര്യമെങ്കിലും നമ്മൾ കാണിക്കണം. പിന്നെ വേറൊരു കാര്യം പറയാനുള്ള, ഈ ഒരു അവാർഡിനെ കുറിച്ച് പറയാനുള്ള, എനിക്കൊരു സ്വപ്നത്തിൽ പോലും കരുതിയില്ല ഞാൻ ഈ സ്റ്റേറ്റ് അവാർഡ് എനിക്ക് കിട്ടുമെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കേട്ടിട്ടുണ്ട് അവാർഡിന് മുമ്പ് നമ്മളെ വിളിച്ചറിയിക്കുമെന്നൊക്കെ. പക്ഷെ ഒരു കാര്യം പറയട്ടെ, ഇത് ജെന്യുവിൻ ആയിട്ടുള്ള അവാർഡാണ്. കാരണം ഇതൊരു സ്വാധീനവുമില്ലാതെ ഉള്ള ഒരു ചെറിയ സിനിമയാണിത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അപ്രോച്ച് സർക്കാർ കാണിക്കുന്നത്, ഇനിയും ഇങ്ങനെയുള്ള പടങ്ങളെ ജനങ്ങളിൽ എത്തിക്കാനുള്ള ഒരു ധൈര്യം കൂടെ കാണിക്കണമെന്നുള്ള അപേക്ഷയാണ് എനിക്കുള്ളത്. അതാണ് അതിന്റെ ഒരു ശരിയായുള്ള കാര്യം. ശരി. ഇപ്പോൾ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരം നേടിയ ശ്രീമതി സേതുലക്ഷ്മി ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീമതി സേതുലക്ഷ്മി, ഹൗ ഓൾഡ് ആർ യുവിലെ കഥാപാത്രം ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടിയിരുന്നു, അഭിനന്ദനങ്ങൾ ലഭിച്ചിരുന്നു. ഇപ്പോൾ ഇതാ സംസ്ഥാന സർക്കാരിന്റെ മികച്ച സ്വഭാവ നടിക്കുള്ള പുരസ്കാരവും ലഭിച്ചിരിക്കുന്നു. എന്ത് തോന്നുന്നു? വളരെ സന്തോഷം തോന്നുന്നു, പറഞ്ഞറിയിക്കാനാകാത്ത സന്തോഷം തോന്നുന്നു. ആളുകളോടൊക്കെ ചോദിക്കാറുണ്ട്, ഇങ്ങനെ ഒരു അവാർഡ് കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരുന്നോ എന്ന്. തീർച്ചയായും വളരെ വ്യത്യസ്തമായ വേഷങ്ങൾ അരങ്ങിലും സ്ക്രീനിലും ഒക്കെ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോഴും പിന്നീട് അത് സ്ക്രീനിൽ കാണുമ്പോഴും ഒക്കെ ഇത് പുരസ്കൃതമാകുമെന്ന തോന്നലുണ്ടായിരുന്നോ? ഒരിക്കലും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്കൊരിക്കലും സിനിമയ്ക്ക് ഒരു അവാർഡ് കിട്ടുമെന്ന്. കാരണം എനിക്ക് ഉള്ള വേഷങ്ങൾ അങ്ങനെയുള്ളത് ഒരു നല്ല ഒരു മെയിൻ നടിയല്ലല്ലോ ഞാൻ, സപ്പോർട്ട്. അപ്പൊ എനിക്ക് അങ്ങനെ കിട്ടുമെന്നൊരു പ്രതീക്ഷയെ എനിക്കില്ലായിരുന്നു. സിനിമയിൽ അഭിനയിക്കുന്ന പോലും എനിക്ക് പ്രതീക്ഷ ഇല്ലായിരുന്നതായിരുന്നു. പെട്ടെന്ന് എന്തോ ഒരു ഭാഗ്യം പോലെ എനിക്ക് വന്നതാണ് സിനിമ. ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല. ഈ ലെഫ്റ്റ് ഒക്കെ ചെയ്യുമ്പോഴും ആ കഥാപാത്രവും ഇതുപോലെ ഒരു പക്ഷേ അവാർഡൊക്കെ കിട്ടിയേക്കുമെന്ന തോന്നൽ ഉണ്ടാക്കിയിട്ടില്ലേ? അങ്ങനെ ആരും പറഞ്ഞില്ലേ? അല്ല, ആ അവാർഡ് നിങ്ങൾക്ക് അവാർഡ് കിട്ടേണ്ടതായിരുന്നു, ഇതിന് കിട്ടേണ്ടതായിരുന്നൊക്കെ പറയുമ്പോൾ ഞാൻ പറയും, നിങ്ങൾ എന്താ ഈ പറയുന്നത്? എനിക്ക് അവസരങ്ങളാണ് എനിക്ക് ആവശ്യം. അവാർഡ് കിട്ടിയാൽ നിങ്ങൾ സ്വീകരിക്കത്തില്ല. ഞാൻ പറയും തീർച്ചയായും അവാർഡ് കിട്ടിയാൽ സ്വീകരിക്കും. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചില്ല. ഈ ലെഫ്റ്റ് ആണ് എന്റെ ജീവിതത്തിന്റെ ഭയങ്കരമായ ഒരു മാറ്റം. ആ സിനിമയ്ക്കും ഒരുപക്ഷെ അവാർഡ് കിട്ടേണ്ടതായിരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. ഒരുപാട് പേര് ഇന്നിപ്പോ ട്രെയിനിൽ വെച്ചിങ്ങനെ ഓരോരുത്തർ വിളിക്കുമ്പോഴത്തേക്ക് ഓരോരുത്തർ അങ്ങനെ പറയുന്നു.
പക്ഷെ എന്തൊക്കെയോ ആരുടെയൊക്കെയോ എന്തൊക്കെയോ ആയിപ്പോയി. വളരെ നന്ദി ശ്രീമതി സേതുലക്ഷ്മി സംസാരിച്ചതിന്. നിഷാദ്, ഇതുപോലെ നമ്മൾ ഒരുപക്ഷെ ഒരു സിനിമയിൽ കാണുന്ന ഒറ്റ ക്യാരക്ടർ കൊണ്ട് തന്നെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ഇത് വലിയ ഒരു അഭിനയ പ്രകടനമാണ് എന്ന് തോന്നുന്ന രംഗങ്ങൾ പലപ്പോഴും, അല്ലെങ്കിൽ ആളുകൾക്ക് പലപ്പോഴും ഇതുപോലുള്ള പുരസ്കാരങ്ങളൊന്നും കിട്ടാറില്ല. പക്ഷേ ഇവിടെ കിട്ടി. അതുകൊണ്ടാണ് നടി സേതുലക്ഷ്മിക്ക് പോലും എനിക്ക് അവാർഡോ എന്ന അത്ഭുതം തോന്നുന്നത്. തീർച്ചയായിട്ടും ഞാനത് അടച്ചാക്ഷേപിച്ചിട്ടില്ല. താങ്കളത് മനസ്സിലാക്കണം. 1-2-3 അവാർഡുകൾ അംഗീകരിച്ചേ പറ്റൂ. ഒരാൾ പക്കത്തിന് കൊടുത്ത അവാർഡ്, സേതുലക്ഷ്മി ചേച്ചിക്ക് കൊടുത്ത അവാർഡ്, തീർച്ചയായിട്ടും സിനിമാറ്റോഗ്രാഫി അമൽ നീരദല്ലാതെ വേറൊരു വാക്കില്ല. കാര്യം യോബിൻ്റെ പുസ്തകം അത്ര നന്നായിട്ടാണ് മേക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒത്തിരി ഇതല്ല. 1983 നല്ലൊരു എഫേർട്ടാണ് അത്. എബ്രഡ് ഷൈൻ നന്നായി ചെയ്ത്, ഇതിലൊന്നും എനിക്ക് എതിർപ്പില്ല. പക്ഷേ ചില പെർഫോമൻസ് കാണാതെ പോയതിൽ മാത്രമേ ഉള്ളൂ എൻ്റെ എതിർപ്പ്. അതെനിക്ക് പറയാമല്ലോ. തീർച്ചയായിട്ടും. ശ്രീ സനൽകുമാർ ശശിധരൻ, ഒരാൾ പൊക്കത്തിൻ്റെ സംവിധായകൻ, മികച്ച സംവിധായകനുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ സനൽകുമാർ ശശിധരൻ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീ സനൽകുമാർ, താങ്കളുടെ ഒരാൾ പൊക്കം എന്ന സിനിമ നേരത്തെ തന്നെ നിരൂപക ശ്രദ്ധ നേടിയതാണ്. അത് നല്ല രീതിയിൽ തന്നെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. ഇപ്പോൾ സംസ്ഥാന അവാർഡ് കൂടി താങ്കളെ സംബന്ധിച്ച് കൈവരികയാണ്. മികച്ച സംവിധായകൻ എന്നുള്ള നിലയിൽ ആദരിക്കപ്പെട്ടിരിക്കുന്നു. എന്താണ് ഈ പൊതുവെ ഈ അവാർഡുകളോട്, ഇത്തവണത്തെ സെലക്ഷനോട് താങ്കൾക്കുള്ള അഭിപ്രായം? ഞാൻ അതേപ്പറ്റി വിലയിരുത്തൽ നടത്താനൊന്നും ആളല്ല. ശരിക്കും ഒരു സിനിമ എടുത്തു കഴിഞ്ഞു, അത് സംവിധായകൻ്റെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ക്രൂവിൻ്റെ കയ്യിൽ നിന്നോ അത് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ സിനിമ അതിൻ്റേതായ രീതിയിൽ നടക്കാൻ തുടങ്ങും. അത് ജഡ്ജസിൻ്റെ മുന്നിലായാലും ശരി, ജനങ്ങളുടെ മുന്നിലായാലും ശരി, അത് കാണുന്നവർ പലതരത്തിൽ വിലയിരുത്തും. ഒരു ജൂറിയുടെ അഭിപ്രായമായിരിക്കില്ല വേറൊരു ജൂറിയുടെ അഭിപ്രായം. പക്ഷേ ഒരു സിനിമ ഒരു ജൂറിയുടെ മുന്നിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ആ ജൂറിയുടെ അഭിപ്രായം മാനിക്കാം എന്നുള്ള രീതിയിലാണ് സബ്മിറ്റ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാനത് പൂർണ്ണമായിട്ടും മാനിക്കുന്നു. അപ്പോൾ എനിക്ക് അവാർഡ് കിട്ടിയതുകൊണ്ട് മാത്രമല്ല, കിട്ടിയില്ലായിരുന്നെങ്കിലും ഞാനിത് തന്നെയായിരിക്കും എൻ്റെ അഭിപ്രായം. താങ്കളുടെ സിനിമ ഒരു ജനകീയ കൂട്ടായ്മയിൽ ജനകീയ സ്വഭാവമുള്ള ഒരു സിനിമ എന്നുള്ള നിലയിൽ കൂടി ശ്രദ്ധിക്കപ്പെട്ട സിനിമയാണ്. താങ്കളുടെ സിനിമയെക്കുറിച്ച്, അതിൻ്റെ മേക്കിങ്ങിനെ കുറിച്ച്, അതിനു വേണ്ടി വന്ന പോരാട്ടത്തെക്കുറിച്ച് ഈ വേളയിൽ എന്താണ് പറയാനുള്ളത്? ഈ സിനിമയിൽ ഒന്നാമത്തെ കാര്യം, ഞങ്ങൾ വളരെ ഫണ്ട് ഒട്ടും ഇല്ലാതിരുന്ന ഒരു അവസ്ഥയിൽ നിന്നാണ് സിനിമ തുടങ്ങുന്നത്. ഏതാണ്ട് 30,000-40,000 രൂപ കയ്യിൽ വെച്ചിട്ടാണ് കേരളത്തിൽ നിന്നും തുടങ്ങി കേദാർനാഥ് വരെ എൻ്റെ ചെയ്യുന്ന ഒരു യാത്രയിൽ വരുന്ന കഥ സിനിമയാക്കുക എന്നതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുന്നത്. അപ്പോൾ തന്നെ അറിയാം അതിൻ്റെ ഒരു എടുത്തുചാട്ടം. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള ആളുകളുടെ എന്നെ വിശ്വസിക്കാനും എൻ്റെ കൂടെയുള്ളവരെ വിശ്വസിക്കാനും ഉള്ളൊരു മനസ്സ്, അതൊക്കെയാണ് ഇപ്പോൾ ശരിക്കും ഈ ഒരു അംഗീകാരത്തിലൂടെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടിയ അംഗീകാരമായിട്ടല്ല ഞാനിതിനെ കാണുന്നത്, എൻ്റെ സിനിമയിലേക്ക് കിട്ടിയ അംഗീകാരമാണ്. അപ്പോൾ അതിനകത്ത് പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അതിനകത്ത് അഭിനയിച്ച ആളുകളായാലും ശരി, അതിനകത്തുള്ള ടെക്നീഷ്യൻസ് ആയാലും ശരി, അവരാരും തന്നെ. ഇപ്പോൾ ഏതാണ്ട് ഒരു 5 മാസത്തോളം ഈ സിനിമ എഡിറ്റ് ചെയ്തു. അപ്പോൾ പട്ടതിരി അവൻ്റെ വീട്ടിൽ ഞാൻ പോയിരുന്നിട്ട് എഡിറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ രാത്രിയും പകലും ഇല്ലാതെ 5 മാസം ഞങ്ങൾ വർക്ക് ചെയ്തിട്ടാണ് സിനിമ 45 മണിക്കൂർ റഷസിൽ നിന്നാണ് 99 മിനിറ്റുള്ള സിനിമ ഉണ്ടായി വരുന്നത്. അപ്പോൾ അത്രയും കഷ്ടപ്പെട്ടിട്ട് ഇത് എന്താവും, ജനങ്ങൾ സ്വീകരിക്കുമെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ജൂറി സ്വീകരിക്കുമെന്നോ അങ്ങനെയുള്ള യാതൊരു കൺസേണും ഞങ്ങൾക്കില്ല. ഞങ്ങളുടേതായിട്ടുള്ള ഒരു സിനിമ ഉണ്ടാവുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുണ്ടായി കഴിഞ്ഞു, ആ സിനിമ മുന്നോട്ട് പോയി കഴിഞ്ഞു, ആ സിനിമ ഈ തരത്തിൽ സ്വീകരിക്കപ്പെടുന്നു. അതിൽ വളരെ സന്തോഷമുണ്ട്. അത് എൻ്റെ സിനിമ എന്നുള്ളതിലുപരി ആ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരുടെയും സിനിമയാണ്, അവർക്ക് എല്ലാവർക്കും കിട്ടിയ അംഗീകാരമാണ്. അതിൽ എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. തീർച്ചയായും ഇത് വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു മേഖലയാണല്ലോ. ഒരാൾക്ക് കല അല്ലെങ്കിൽ ആവിഷ്കരിക്കാനുള്ള മെറ്റീരിയൽ അയാളുടെ കയ്യിൽ ഉള്ളത് കൊണ്ട് മാത്രം കാര്യമായില്ല. അങ്ങനെയുള്ള ഒരു വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ആവശ്യമുള്ള ഒരു മേഖലയിൽ താങ്കളുടെ സിനിമ പൂർത്തീകരിക്കുകയും ഇപ്പോൾ അതിന് പുരസ്കാരം നേടുകയും ചെയ്തിരിക്കുകയാണ്. ഒരു പുതിയ ആൾക്ക്, ഒരു സിനിമയെ നെഞ്ചിലേറ്റുന്ന ഒരാളെ സംബന്ധിച്ച് വന്ന് ഒരു സിനിമയെടുത്ത് അത് വിജയിപ്പിക്കുകയും അംഗീകാരം നേടുകയും ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണോ? ഒരിക്കലും ആയിരിക്കില്ല. പക്ഷേ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഉറച്ചിറങ്ങുന്ന അയാളെ സംബന്ധിച്ച് അത് എളുപ്പമാണോ അല്ലെങ്കിൽ നടക്കുന്ന കാര്യമാണോ എന്നുള്ള ചിന്ത അയാളെ സംബന്ധിച്ച് ഉണ്ടാവുകയില്ല. അയാളത് ചെയ്യാൻ പുറപ്പെടും, ചിലപ്പോൾ വഴിയിൽ വീണ് മരിക്കും. ആ രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൽ മുന്നേറുന്നവൻ വിജയിക്കുന്നവൻ അംഗീകരിക്കപ്പെടുമായിരിക്കും.
അല്ലാതെ എത്രയോ ആളുകൾ, ഞാൻ തന്നെ എത്രയോ സിനിമാ ശ്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോയിട്ട് പലതും പരാജയപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ എൻ്റെ പരാജയങ്ങളെ പറ്റിയൊന്നും ആരും സംസാരിക്കുന്നുമില്ല, അതേപ്പറ്റി ഞാനും സംസാരിക്കുന്നില്ല. അപ്പോൾ അതേപ്പറ്റി കൺസേൺഡ് അല്ല നമ്മളാരും തന്നെ. ഇത് ചെയ്യാൻ പുറപ്പെടുന്ന അയാൾക്ക് ഒരുതരം ഇത് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. അത് ചെയ്ത് കഴിഞ്ഞിട്ട് എന്ത് സംഭവിക്കും എന്നുള്ളതിനെ പറ്റിയൊന്നും ആരും ആലോചിക്കുന്നില്ല. റൈറ്റ്. ശ്രീ MP പത്മകുമാർ, താങ്കളുടെ ഈ ശ്രമം അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു. ഏതായാലും ഈ ചിത്രം വരുന്ന ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെടും എന്നുള്ളത് വസ്തുതയുമാണ്. ഇത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? അങ്ങനെ എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ? തീർച്ചയായിട്ടും ഈ സിനിമ ഒന്ന് റിലീസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മൾ അതിൻ്റെ പ്രൊഡ്യൂസർ റിജിമാൻ കപ്പപ്പറമ്പിലായിരുന്നു. അദ്ദേഹത്തോട് ഞാൻ സംസാരിച്ചു. അദ്ദേഹം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആലോചിക്കാമെന്ന് പറഞ്ഞു. നമ്മളൊന്ന് അപ്രോച്ച് ചെയ്ത് നോക്കുന്നുണ്ട്, മറ്റേ ഏതെങ്കിലും തിയേറ്ററുകളിലേക്ക്, കൂടുതൽ തിയേറ്ററുകളിലെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി അതിനുള്ള ശ്രമം നടക്കുകയാണ്. ഇപ്പം അദ്ദേഹം പറഞ്ഞ പോലെ ഒരു സിനിമ എടുത്തിട്ട് കൈ കൊണ്ട് നടക്കുക മാത്രമല്ല, നമ്മുടെ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് അത് ജനങ്ങളെ അറിയിക്കാൻ കൂടി ചെയ്യണം. അതിനെ എക്സിബിറ്റ് ചെയ്യാൻ നമുക്ക് തിയേറ്റേഴ്സിൻ്റെ സ്ക്രീനാണ് ആവശ്യം. ഏതായാലും നമുക്ക് തിയേറ്റർ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഈ ഒരു അവാർഡോടുകൂടി പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. റൈറ്റ്. ശ്രീ സനൽകുമാർ ശശിധരൻ, വളരെ നല്ല സിനിമകൾ പലപ്പോഴും പല ആളുകൾക്കും ബോധ്യമാകുന്നത് DVD ഇറങ്ങി അത് ആകസ്മികമായോ അല്ലാതെയോ ഒക്കെ കാണുമ്പോഴാണ്. അയ്യോ, ഇത് ഇത്ര നല്ല സിനിമയായിരുന്നല്ലോ, തിയേറ്ററിൽ പോയി കാണാൻ പറ്റിയില്ലല്ലോ എന്ന് പലപ്പോഴും ആളുകൾക്ക് തോന്നാറുമുണ്ട്. തോന്നിയ ആളുകൾ അത് പറയാറുമുണ്ട്. ഇപ്പോൾ താങ്കളുടെ സിനിമയെ സംബന്ധിച്ച് അങ്ങനെ പ്രേക്ഷകരിലേക്ക് വളരെ വിജയകരമായി എത്തിക്കുക എന്നുള്ളതിനെക്കുറിച്ച് ആ ആംഗിളിൽ എന്താണ് പറയാനുള്ളത്? ഈ സിനിമ ശരിക്കും കാഴ്ച ചലച്ചിത്രവേദി എന്നൊരു ഫിലിം സൊസൈറ്റിയാണ് നിർമ്മിക്കാൻ മുന്നോട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അത് ഞങ്ങളുടെ ഉദ്ദേശം തന്നെ സ്വതന്ത്രമായിട്ട് സിനിമ ഉണ്ടാക്കുക, ജനകീയമായിട്ട് സിനിമ ഉണ്ടാക്കുക, ഉണ്ടാക്കിയ സിനിമ ജനങ്ങളിലേക്ക് എത്തിക്കുക, അങ്ങനെയുള്ള ലക്ഷ്യങ്ങളുമായിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ സിനിമ ഉണ്ടാക്കിയതിന് ശേഷം ജനങ്ങളിൽ നിന്ന് കാശ് പിരിച്ചുണ്ടാക്കിയ സിനിമയാണ്. അപ്പോൾ ജനങ്ങളിലേക്ക് തന്നെ ഇത് കാണിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അവാർഡിന് വേണ്ടി സമർപ്പിക്കുന്നത് വേറൊരു വഴിയാണ്, പക്ഷേ ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആത്യന്തികമായിട്ട് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ജനങ്ങളുടെ മുന്നിൽ വയ്ക്കുക, ജനങ്ങൾ ചിലപ്പോൾ വിമർശിക്കും, ചിലപ്പോൾ കല്ലെറിയും, ചിലപ്പോൾ ഇഷ്ടപ്പെടും. അതൊക്കെ സിനിമയുടെ വിധിയാണ്. അത് സിനിമ ഉണ്ടാക്കിയവരുടെ കാര്യമല്ല, അവരടുത്ത സിനിമയിലേക്ക് പോകും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ സിനിമാ വണ്ടി എന്നൊരു സംരംഭവുമായിട്ട് കാഴ്ച ചലച്ചിത്രവേദി പ്രൊജക്ടറും ബാക്കിയുള്ള സംഗതികളൊക്കെ വാങ്ങിക്കൂട്ടി തിരുവനന്തപുരത്ത് നിന്ന് തുടങ്ങി കാസർഗോഡ് വരെ ഈ സിനിമ കാണിച്ചു. 100ഓളം സ്ഥലങ്ങളിൽ ഞങ്ങൾ പ്രദർശനം നടത്തി. വളരെ രസകരമായ കാര്യമെന്ന് പറഞ്ഞത് വില്ലേജുകളിൽ തിയേറ്ററില്ല, ഈ സിനിമ ഒട്ടും എത്താൻ യാതൊരു സാധ്യതയില്ലാത്ത പല സ്ഥലങ്ങളിലും വളരെ വലിയ ജനക്കൂട്ടം ഈ സിനിമ കണ്ടു എന്നുള്ളതാണ്. അപ്പോൾ അത് അത്തരം ഒരു പ്രവർത്തനമാണ് ഇതിനകത്തുനിന്ന് ഉണ്ടായിട്ടുള്ള ഒരു ത്രില്ല്. അവാർഡ് കിട്ടി എന്നുള്ളതിനേക്കാളും വലിയ ത്രില്ലായിട്ട് ഞാൻ കാണുന്നത് അനൂപ് മേനോൻ, മികച്ച സ്വഭാവ നടനുള്ള പുരസ്കാരം നേടിയ അനൂപ് മേനോൻ ടെലിഫോണിൽ. ശ്രീ അനൂപ് മേനോൻ, 1983 വിക്രമാദിത്യൻ, ഈ 2 സിനിമകളിലെ റോളുകൾക്കാണ് താങ്കൾ ഇപ്പോൾ പുരസ്കൃതനായിരിക്കുന്നത്. എന്തു തോന്നുന്നു ഈ 2 റോളുകളെക്കുറിച്ചും ഇപ്പോൾ കിട്ടിയ അവാർഡിനെ കുറിച്ചും? ഒരുപാട് സന്തോഷം. ഈ ഒരു അവാർഡ് പോലെ തന്നെ പ്രാധാന്യമുള്ളതും സന്തോഷം നൽകുന്ന ഒരു കാര്യം, ഒരേ വർഷം തന്നെ ഇത്തരം 2 വിവിധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന 2 ക്യാരക്ടേഴ്സ് നമുക്ക് കിട്ടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അവാർഡിന്റെ സകല ക്രെഡിറ്റ്സും അതിന്റെ ഡയറക്ടറായ ലാൽ ജോസിനും വിക്രമാദിത്യനിലെ റോള് ഒരു പ്രായമേറിയ ഒരു പരാജിതനായിരുന്നെങ്കിൽ മറ്റൊന്ന് വളരെ ഊർജ്ജസ്വലനായ മറ്റൊരു പരാജിതനായിരുന്നു. പരാജിതരുടെ 2 ശ്രേണിയിലുള്ള കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടാണ് എനിക്കിത് കിട്ടിയിരിക്കുന്നത്. വലിയ സന്തോഷം. വില്ലൻ ഛായയുള്ള ഒരു പോലീസുകാരൻ്റെ റോൾ, ക്രിക്കറ്റ് കോച്ചിൻ്റെ റോൾ, ഇവ രണ്ടുമാണല്ലോ റോളുകൾ. മികച്ച സ്വഭാവ നടൻ എന്നുള്ളതാണ് താങ്കൾക്ക് കിട്ടിയ അവാർഡിൻ്റെ പേരും. മുഖ്യധാരാ വേഷങ്ങൾ അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട ക്യാരക്ടർ എന്നുള്ള നിലയിൽ നിന്ന് ഇങ്ങനെയുള്ള ക്യാരക്ടറുകൾ ചെയ്യുമ്പോൾ കൂടുതൽ ശ്രദ്ധിക്കപ്പെടുന്നുണ്ടോ? കൂടുതൽ ശ്രദ്ധിക്കപ്പെടുക മാത്രമല്ല, അതാണ് നമുക്കൊരു മീറ്റി ആയിട്ടുള്ള റോൾസ്. ഹീറോ എന്ന് പറയുന്നത് നമുക്ക് ഏകദാനമായ കഥാപാത്രങ്ങളായിരിക്കും എല്ലാം. അയാൾ ഇങ്ങനെ ആയിരിക്കും പെരുമാറുക, അല്ലെങ്കിൽ അയാൾ അവസാനം ഇത്തരം വിജയങ്ങൾ കൊയ്യും എന്നിങ്ങനെയുള്ള വ്യവസ്ഥാപിതമായ വളരെ ഡിസൈൻഡ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരിക്കും ഹീറോ ക്യാരക്ടേഴ്സ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാറുള്ളത്. ഇതാണ് നമുക്ക് എക്സ്പെരിമെന്റ് ചെയ്യാൻ, ഒരു ഡിഫറെന്റ് ടെറൈനിൽ നമുക്ക് പോയി എക്സ്പെരിമെന്റ് ചെയ്യാൻ പറ്റുന്നത് ഇത്തരം കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ്. അത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞാലേ നടൻ തികച്ചും നിരായുധനാണ്.
അത് അയാൾക്ക് പടക്കോപ്പുകളെല്ലാം നൽകേണ്ടത് അതിന്റെ സംവിധായകനും അതിന്റെ തിരക്കഥാകൃത്തുമാണ്. അത് കിട്ടുമ്പോഴാണ് അവൻ നല്ല നടനോ മോശം നടനോ ആവുന്നത്. അത് കിട്ടുമ്പോഴും കിട്ടാത്തപ്പോഴും. വളരെ നന്ദി ശ്രീ അനൂപ് മേനോൻ. എല്ലാ തരത്തിലുള്ള അഭിനന്ദനങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച്. ഓക്കെ, ശ്രീ നിഷാദ്, ഇപ്പോൾ സനൽകുമാർ ശശിധരൻ സിനിമ വണ്ടിയിലൂടെ ആ സിനിമ കാണിച്ച അനുഭവം പറയുകയുണ്ടായി. മുൻപ് ജോൺ എബ്രഹാം അമ്മ അറിയാനിൽ പരീക്ഷിച്ചതുപോലെ, അതിനുശേഷം പ്രിയനന്ദനൻ നെയ്ത്തുകാരൻ എടുത്തപ്പോൾ ഏറെക്കുറെ സമാനമായ രീതിയിൽ ജനങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിരുന്നു. ഇവിടെ വേറൊരു വഴിയാണ്. അത്തരത്തിലുള്ള സിനിമാ ശ്രമങ്ങൾ ഇപ്പോൾ അംഗീകരിക്കപ്പെടുകയാണ്. സിനിമാ വണ്ടി പോയ ഇടങ്ങളിലൊക്കെ സിനിമ കാണാനും ആളുണ്ടായിരുന്നു. അപ്പോൾ വ്യവസ്ഥാപിതമായ രീതിയിൽ ഈ ഇൻഡസ്ട്രിയിൽ നിൽക്കാത്തവർക്കും ഇതിനൊരു ഇടമുണ്ട് എന്നതിൻ്റെ ഒരു ഉദാഹരണമല്ലേ ഈ സിനിമ? തീർച്ചയായിട്ടും. കാര്യം ഈ ഒരാൾ പക്വവുമായി പല സ്ഥലങ്ങളിൽ പോയപ്പോൾ എൻ്റെ കുറേ സുഹൃത്തുക്കൾ തന്നെ എന്നെ വിളിച്ച് പറയുകയും എൻ്റെ കൂടെ കോളേജിൽ പഠിച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിച്ച 2-3 സുഹൃത്തുക്കൾ പറഞ്ഞു ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട്. അപ്പം അത് എവിടം വരെ എത്തി? അവൻ നൈജീരിയ എന്നാണ് എന്നെ വിളിച്ചത്, ഇങ്ങനൊരു സംഭവം വരുന്നുണ്ട് എന്ന്. അപ്പം അത്രമാത്രം റീച്ച് ഉണ്ടായിട്ടുണ്ട്. അതിന് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ എഫേർട്ടിനെ ഞാൻ അംഗീകരിക്കുകയാണ്. 100% അഭിനന്ദനം അർഹിക്കുന്നതുമാണ്. അപ്പം താങ്കൾ പറഞ്ഞ പോലെ സ്ഥാപിത വിഷയങ്ങളിൽ നിന്നൊക്കെ മാറി പുതിയൊരു ട്രെൻഡ് വരുന്നുണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ വിഷയങ്ങളിൽ തന്നെ ഞാൻ നിൽക്കുന്നു. മാർക്കറ്റിംഗ് എന്നുള്ളൊരു വലിയ തന്ത്രം തന്നെയാണ്. ഇത്തരം സിനിമകൾ മാർക്കറ്റ് ചെയ്യാൻ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും നല്ല രീതിയിലുള്ളൊരു സപ്പോർട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായും മലയാള സിനിമയുടെ വസന്തകാലം തിരിച്ചു വരും. റൈറ്റ്, അതാണ് ശ്രീ സനൽകുമാർ ശശിധരൻ, സുദേവൻ, താങ്കൾ ഒക്കെ ഇത്തരത്തിലുള്ള സമാന്തരമായ പരീക്ഷണങ്ങളിലൂടെ ധനസമാഹരണം നടത്തുകയും സിനിമ ആളുകളെ കാണിക്കാൻ സമാന്തരമായ വഴികൾ തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. നല്ല കാര്യം. പക്ഷേ ഇതുകൊണ്ട് മാത്രമേ ഇൻഡസ്ട്രിയിൽ നിൽക്കാൻ സാധിക്കുമോ? കൂടുതൽ ശ്രമങ്ങൾ ഈ ഒരു സാഹചര്യം കൊണ്ട് മാത്രം സാധിക്കുമോ? അതിനപ്പുറത്തുള്ള വിപുലമായ മാർക്കറ്റിംഗ്, ഇതിനെ എല്ലാ തരത്തിലും വാണിജ്യ വിജയമാക്കുക എന്ന തരത്തിലേക്ക് താങ്കളുടെ വരുന്ന ശ്രമങ്ങളിൽ പരിശ്രമം ഉണ്ടാകുമോ? തീർച്ചയായിട്ടും ഇതൊരു തുടക്കമാണ്. ശരിക്കും ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ്. ഇത് സിനിമ മാറുന്നതിൻ്റെ തുടക്കമാണ്. അതായത് ഈ പറയുന്ന നമ്മൾ വ്യവസ്ഥാപിതമായിട്ടുള്ള കൊമേഴ്സ്യൽ സിനിമകൾ മാത്രം എടുത്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും സിനിമയെ പറ്റിയുള്ള കാഴ്ചപ്പാട് നല്ല സിനിമ എടുക്കണമെന്നും കുറച്ച് വ്യത്യസ്തമായിട്ട് സിനിമ ചെയ്യണമെന്നൊക്കെ തന്നെയാണ്. പക്ഷേ അവരുടെ പേടി ഈ സിനിമ എടുത്താൽ എത്രമാത്രം സ്വീകരിക്കപ്പെടും, ജനങ്ങളത് വന്ന് കാണുമോ, എവിടെ വിൽക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. പക്ഷേ അത് മാറിത്തുടങ്ങുമ്പോൾ ഉറപ്പായിട്ടും സിനിമയിൽ പൂർണ്ണമായിട്ടുള്ള സമൂലമായിട്ടുള്ള മാറ്റം ഉണ്ടാവും. ആ മാറ്റത്തിൻ്റെ ഒരു പീരീഡാണിത്. അപ്പോൾ ഈ സിനിമകളൊക്കെ വിറ്റ് പോകുന്ന ഒരു കാലഘട്ടം വരും. ഇപ്പോൾ കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് എനിക്ക് തോന്നുന്നു 2 മാസമായിട്ട് 3 സിനിമകൾ, ക്രൈം നമ്പറും കന്യക ടോക്കീസും ഒക്കെ 2-3 ആഴ്ച തിയേറ്ററിൽ ഓടി. അതൊരു ചെറിയ കാര്യമല്ല. ജനങ്ങൾ തിയേറ്ററിൽ വന്ന് സിനിമ കണ്ടു. അപ്പോൾ ഈ വരാൻ പോകുന്ന സിനിമകളും അങ്ങനെ കാണുകയാണെങ്കിൽ അത്തരത്തിലുള്ള സിനിമകൾ എടുക്കാനും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്താനും ആളുകൾ മുന്നോട്ട് വരും. അത് കാണാനും ആളുകൾ കൂടും. അപ്പോൾ ഇതൊരു ട്രാൻസിഷൻ പീരീഡാണ് മലയാള സിനിമയെ സംബന്ധിച്ച്. എനിക്ക് തോന്നുന്നു ഈ ഒരു വളർച്ച ഇതൊരു ഗ്രോത്തായിട്ട് മാറും. ഒരു 4-5 വർഷത്തിനിടയ്ക്ക് മലയാളത്തിൽ ആശാവഹമായിട്ടുള്ള രീതിയിൽ വലിയ മാറ്റം ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു തോന്നുന്നത്. തീർച്ചയായും എല്ലാ ഭാവുകങ്ങളും നേരുകയാണ്. അഭിനന്ദനങ്ങൾ ഒരിക്കൽ കൂടി എല്ലാ അവാർഡ് ജേതാക്കൾക്കും. വളരെ നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന് ശ്രീ സനൽകുമാർ ശശിധരൻ, ശ്രീ MP പത്മകുമാർ, ശ്രീ നിഷാദ്, ശ്രീ അനൂപ് മേനോൻ, ശ്രീമതി സേതുലക്ഷ്മി.